എനിക്ക് ക്ലാസ്സില്ലാത്ത ശനിയാഴ്ചകളിൽ മിക്കപ്പോഴും വൈഫിനെ കൽപ്പറ്റ ഓഫീസിൽ കൊണ്ടുവിടാൻ പോകും. അങ്ങനെ ഇന്ന് രാവിലെ കൽപ്പറ്റയ്ക്ക് പോകുന്ന വഴിക്കാണ് കുട്ടറായൻ പാലത്ത് വെച്ച് ഒരാന ഇങ്ങനെ നടന്നു പോകുന്നു. കുറച്ചു നേരം ആ കാഴ്ചകൾ നോക്കി നിന്നു. പിന്നെ ഈ വളവിലെത്തുമ്പോൾ ഇവിടെ ഒരു ചെമ്പകമരമുണ്ട്. അതിൻ്റെ റോഡ് സൈഡിൽ നിന്ന് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ചെമ്പകപ്പൂക്കൾ പറിച്ചെടുക്കാറുണ്ട്. അത് വലിയൊരു സന്തോഷമാണ്, അതിൻ്റെ സുഗന്ധവും. പക്ഷെ ഇന്ന് റോഡ് സൈഡിൽ നിന്ന് എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല. ആ ചെമ്പകപ്പൂക്കളൊക്കെ ആരോ പറിച്ചു കൊണ്ടുപോയി. പിന്നെ അതിൻ്റെ മുകളിലാണ്. ഷർട്ടും പാൻറ്റൊക്കെ ഇട്ടിട്ട് ചെമ്പകമരത്തിൻ്റെ മുകളിൽ കയറാൻ പ്രയാസമാണ്. അപ്പോഴാണ് രവിയേട്ടനെ കണ്ടത്. രവിയേട്ടൻ പതുക്കെ ചെമ്പകമരത്തിൻ്റെ മുകളിൽ കയറി കുറേ പൂക്കൾ പറിച്ച് തന്നു. നാളത്തേക്കുള്ള പൂമൊട്ടുകളും രവിയേട്ടൻ പതുക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൈക്കുമ്പിൾ നിറയുമ്പോൾ അത് ഞങ്ങളുടെ അടുത്തേക്ക് എറിഞ്ഞു തരും. അങ്ങനെ ചെമ്പകപ്പൂവിൻ്റെ സുഗന്ധവും ചെമ്പകപ്പൂമുട്ടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് രവിയേട്ടൻ പറയുന്നത്, നല്ല നിസറുണ്ടെന്ന്. എന്നാൽ രവിയേട്ട വേഗം ഇറങ്ങിക്കോളൂ, പറിച്ചത് അത്രയും മതിയെന്ന് പറഞ്ഞു. ഈ ചെമ്പകമരത്തിൻ്റെ താഴെ ഇല്ലി മെടഞ്ഞുണ്ടാക്കിയ ഇരുവശവും മണ്ണ് തേച്ച് മെഴുകിയ നല്ലൊരു കൊച്ചു വീടുണ്ട്. എനിക്ക് അതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചപ്പോൾ പണിയില്ലാത്ത ദിവസം വരാം, ഉണ്ടാക്കി തരാമെന്ന് രവിയേട്ടൻ സമ്മതിച്ചു. അങ്ങനെ ചെമ്പകപ്പൂക്കളെല്ലാം ഞങ്ങളിങ്ങനെ പെറുക്കിയെടുത്തു. രവിയേട്ടൻ പതുക്കെ മരത്തിൽ നിന്ന് താഴേക്ക് ഊർന്നിറങ്ങി. ഒരിക്കലും സന്തോഷം നമ്മളെ തേടി വരില്ല, നമ്മൾ കണ്ടെത്തണം. ചെമ്പകപ്പൂവാണ് ഇന്നത്തെ സന്തോഷവും സുഗന്ധവും. ഇതാണ്.